السلام عليكم. الحمد لله وحده والصلاة والسلام على من لا نبي بعده. أما بعد أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനികളെ, മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പുതിയതായി ഇന്ന് പരിചയപ്പെടുത്തേണ്ട പദവിയിലല്ല. നമുക്കും എന്ന് വെക്കേണ്ട മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ ഇകഴ്ത്തി പുകഴ്ത്തുന്ന കക്ഷികളായ സമസ്തക്കാർക്കും മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി സുപരിചിതനാണ്. ഒരു കാലത്ത് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് വർണ്ണിക്കുന്ന ഗ്രന്ഥങ്ങൾ നേരത്തെ കുറേ വായിച്ചിട്ടുണ്ട്. അതിലൊന്നും കഥയില്ല. നമുക്ക് എവിടെയെങ്കിലും വെച്ച് മരണം സംഭവിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊന്നുമല്ല ഈമാൻ നിലനിൽക്കുന്നതെന്നും അതേ ക്രമത്തിൽ പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മഹാന്മാരായ സഹാബ, താബിഉകൾ, താബിഉകൾ, സലഫുസ് സാലിഹീങ്ങൾ അവരുടെ മാർഗം പിന്തുടർന്നു പോകുന്ന ആ വഴി അതാണ് നല്ലതെന്ന് കരുതി അത്തരം ഖുറാഫാത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ കുറെ ആദ്യകാലത്ത് കരിച്ചു കളഞ്ഞെങ്കിലും ഇന്നും എൻ്റെ കയ്യിൽ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത കുറേ ഗ്രന്ഥങ്ങൾ വേറെ ഉണ്ട്. അതിലൊക്കെ മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ പലതരത്തിൽ ഒരു ഗ്രന്ഥത്തിൽ കണ്ടത് മറിച്ച് മറ്റൊരു ഗ്രന്ഥത്തിൽ ഒന്നുകൂടി. ഇപ്പൊ നാം ഇവിടെ ഷെയ്ഖ് അവറുകളെ കുറിച്ച് പറഞ്ഞല്ലോ. വഴിയിൽ വെച്ച് ഒരു ക്രൈസ്തവ പുരോഹിതനുമായി സംസാരിച്ച കഥ. എന്നാൽ അതേ ഗ്രന്ഥത്തിൽ മിഫ്താഹുസ് സആദാത്ത് വ മിൻഹാജുൽ ഇബാദാത്ത് എന്ന പേരിൽ ബാവ മുസ്ലിയാരിൽ ഫൊന്നാനി നിർമ്മിച്ച ഒരു ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ട്. ആ ഗ്രന്ഥത്തില് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പരിചയപ്പെടുത്തുന്നത് ഒരു ദിവസം 14 വയസ്സുള്ള സമയത്ത് അദ്ദേഹം തന്റെ പള്ളിയിൽ ചെന്നു. തന്റെ മഹല്ലിലെ പള്ളിയിൽ ചെന്നപ്പോ അവിടുത്തെ മുഅദ്ദിനോട് ഖാദി പറയുകയാണ്, ഇങ്ങനെ ഒരു ഹിബ്ർ, ഒരു പുരോഹിതൻ കയറി വരും, ഒരു ക്രൈസ്തവ പുരോഹിതൻ ഖിസ്സീസ് കയറി വരും. അപ്പോൾ ഖാദി എവിടെ പോയി എന്ന് അന്വേഷിച്ചാൽ അയാൾ സ്ഥലത്തില്ല. ഇങ്ങനെ നിർബന്ധമായി ഒരിടത്ത് പോകേണ്ടി വന്ന് ഇവിടുന്ന് പോയതാണെന്ന് പറയണമെന്ന. യഥാർത്ഥത്തിൽ ഖാദി ഒളിക്കുകയാണ്. ഇദ്ദേഹത്തിന് മറുപടിക്ക് കഴിയാത്തത് കൊണ്ട് ഇത് 2-3 തവണ ഇക്കോലത്തിൽ കേട്ടപ്പോ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി കുട്ടിയായിരിക്കെ അദ്ദേഹം പറഞ്ഞു, അതിനെന്തിന് ഖാദി വിഷമിക്കണം, ഞാൻ മറുപടി പറഞ്ഞുകൊള്ളാം. എന്നിട്ട് ഖിസ്സീസിനെ വരുത്തി, നീ എങ്ങനെ മറുപടി പറയാനാ? അത്രയും പണ്ഡിതനായ ഖാദിക്ക് അതിന് സാധിക്കാത്തതുകൊണ്ട് അയാൾ ഒഴിവ് പറഞ്ഞു പോകുന്നത് കണ്ട് ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, നിഷ്പ്രയാസം അതിന് സാധിക്കും. ആ പുരോഹിതനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഷെയ്ഖ് പറഞ്ഞു, നിങ്ങളും ഞാനും നിന്റെ പ്രവാചകൻ, അതായത് നീ ഇലാഹായി കൊണ്ടു നടക്കുന്ന യേശു ആണ് സ്ഥാനമെന്ന് നീ വാദിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് സ്ഥാനമെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. എന്നാൽ അത് ഞാനും നീയും മുഹാവറ നടത്തി തർക്കത്തിലൂടെ ഞാൻ സ്ഥാപിച്ചാൽ, നിനക്ക് നീ നിന്റെ ആശയം സ്ഥാപിച്ചാൽ നമ്മുടേത് ശരിവെക്കാൻ ഞാനും നീയും അംഗീകരിക്കുന്ന ഒരു പുരോഹിതൻ, മുൻകാലത്ത് മരണപ്പെട്ട ഒരാളെ നീ പറയേ, അയാൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമെന്ന്, എന്നാൽ ഞാൻ വിളിച്ചു വരുത്താമെന്ന്. അങ്ങനെ അവർ രണ്ടാളും കൂടി ഇത്തിഫാക്കാക്കി. എന്ത്? എന്നാൽ നമുക്ക് മത്തായിയെ വിളിച്ച്, മരണപ്പെട്ടു പോയ മത്തായിയെ വിളിച്ച് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ശരി, ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തന്റെ കാലുകൊണ്ട് ഭൂമിയിൽ ഒരൊറ്റ ചവിട്ട് കൊടുക്കുകയും 300-ൽ പരം കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന മത്തായി ഖബറിൽ നിന്ന് എണീറ്റ് കൊണ്ടുവന്ന് ചെങ്ങല വലിച്ച് നരകത്തിൽ നിന്നാണ് മത്തായി വരുന്നതെന്ന്. എന്നിട്ട് മത്തായി വന്നിട്ട് പറഞ്ഞു, അതെ, അവൻ പറയുന്ന പ്രവാചകൻ മുഹമ്മദ് നബി തന്നെയാണ് ഏറ്റവും ഉന്നതൻ, അതാണ് വിശ്വാസയോഗ്യമായ പ്രവാചകൻ. ഞങ്ങളൊക്കെ പഴിച്ചുപോയതുകൊണ്ട് നരകാഗ്നിയിൽ വെന്ത് കരിയുന്ന വേഷത്തോടെ അതാ വരുന്നു എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ആ ഹിബ്ർ ഇസ്ലാം ആയി എന്ന് മിഫ്താഹുസ് സആദാത്ത് വ മിൻഹാജുൽ ഇബാദാത്ത് ബാവ മുസ്ലിയാരുൽ ഫൊന്നാനി എന്ന ആ പടപ്പെഴുതി വെച്ച ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. 150ഓളം കൊല്ലം പഴക്കമുള്ള ഗ്രന്ഥം എൻ്റെ കയ്യിൽ ഇന്നും അതുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇത്തരം കള്ളക്കഥകള്, ഒരു മനസ്സിലും കയറാത്ത വിശ്വാസയോഗ്യമല്ലാത്ത കഥകള്, ഇത് കുറേ വേണമെങ്കിൽ എടുത്ത് 10ഓ 50ഓ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് പറയാൻ കഴിയുന്നതാ. മുമ്പ് വായിച്ച ഓർമ്മയില്ല. യഥാർത്ഥത്തിൽ മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി 471 ഹിജ്റയിൽ ജനിച്ച ആ മഹാൻ അന്നത്തെ ബിദ്ഈ പ്രസ്ഥാനത്തോട്, ഷിർക്കിനോട് എന്ന് വെക്കണ്ട അന്ന് ക്രൈസ്തവന്മാരോടൊക്കെയും
അദ്ദേഹം വാദപ്രതിവാദങ്ങൾ നടത്തി. അദ്ദേഹം ഉന്നതനായിരുന്നു, ജയിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ആളുകൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടെന്ന് നമുക്ക് പ്രത്യാശിക്കാമെന്നല്ലാതെ ആരാണ് സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകപ്പെട്ടയാൾ? മുഹീദ്ദീൻ എന്നൊരാൾ ജനിച്ചിട്ടേ ഇല്ലെന്നാൽ നമുക്ക് വല്ലതും വരാനുണ്ടോ? ഒരു ചരിത്രം നാം കള്ളത്തരമാക്കിയെന്നല്ലാതെ മറ്റൊന്നും വരാനില്ല. വിശ്വാസയോഗ്യമായ കാര്യങ്ങളോ വിശ്വസിക്കേണ്ടതോ ഒന്നുമല്ല. ഒരു നൂറ്റാണ്ടിലും ഒരൊറ്റ പണ്ഡിതൻ തിളങ്ങി സൂര്യനായി നിന്നിട്ടില്ല. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കാലഘട്ടത്തിലും അതേ പ്രാപ്തിയും കഴിവുമുള്ള ഒട്ടനേകം പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ ഉന്നതരിൽപ്പെട്ട അല്ലാഹു ഇഷ്ടപ്പെട്ടുവെന്ന് നമുക്ക് ധരിക്കാവുന്ന ഒരു സാലിഹായ മനുഷ്യനായിരുന്നു മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളിൽ പല രീതിയിൽ പരിചയപ്പെടുത്തുന്നത് കാണാം. ഷെയ്ഖുൽ മശായിഖുൽ ഇസ്ലാം, അൽ കുതുബുർ റബ്ബാനി, വൽ ഗൗസുസ് സമദാനി, വൽ മഹ്ബൂബ് സുബ്ഹാനി, വൽ മഅശൂഖുർ റഹ്മാനി, അസ്സുൽത്താൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നിങ്ങനെ പല രീതിയിൽ പരിചയപ്പെടുത്തും. അൽ ഗൗസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഗൗസ് എന്നാൽ അള്ളാഹുവിന്റെ ഇഗാസത്തിന് സഹായത്തിന് ബന്ധപ്പെട്ടയാള്. അതായത് വിശ്വാസികൾക്ക് എപ്പോഴും അള്ളാഹുവിന്റെ സഹായം പ്രത്യാശിക്കാം എന്ന രീതിയിലുള്ള മഹാന്മാരാണ്, സാലിഹുകളാണവർ. നമുക്കറിയാം, ഇതേ ഫത്ഹുർ റബ്ബാനിയിൽ ഇതേ ഇഫ്താഹു സആദാത്തിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഷെയ്ഖിനെ സമസ്തയിലെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നതാണ്. പൊന്നാനിയിൽ ജനിച്ചു വളർന്ന മഹാന്മാര്. അപ്പൊ അവർ പരിചയപ്പെടുത്തിയ ഷെയ്ഖിനെ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറയട്ടെ. ഉന്ദുൽസിയിൽ നിന്നൊരു ഷെയ്ഖ്, മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരാള് ഉന്ദുൽസിയിൽ നിന്ന് ഷെയ്ഖിന്റെ ഹദറത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു മുഹീദ്ദീൻ ഷെയ്ഖിനോട്, എനിക്ക് ഒരു കുട്ടിക്ക് വേണ്ടി അങ്ങയുടെ കറാമത്ത് മൂലം എനിക്കൊരു മകൻ ജനിക്കണമെന്ന് അദ്ദേഹം ഷെയ്ഖിനോട് പറഞ്ഞപ്പോ ഷെയ്ഖ് ഇങ്ങനെ അർശിലേക്ക് നോക്കിയെന്ന. ഷെയ്ഖ് ഇങ്ങനെ അർശിലേക്ക് നോക്കിയിട്ട് നിനക്ക് അർശിൽ കുട്ടി കണക്കാക്കിയിട്ടില്ല എന്ന് ഉന്ദുൽസിലെ ആളോട് പറഞ്ഞു. അപ്പൊ വന്നയാളും ഒരു ഷെയ്ഖ. അദ്ദേഹം പറഞ്ഞു, 7 വർഷമായി ഞാൻ തന്നെ അർശിൽ നോക്കി, എനിക്കൊരു മകൻ ഒരു കുട്ടി അവിടെ കണക്കാക്കിയിട്ടില്ലെന്ന മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളടുത്ത് ഞാൻ കറാമത്ത് മൂലം ഒരു കുട്ടി ജനിക്കണമെന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ ഷെയ്ഖ് മേലോട്ട് നോക്കി, ജിബ്രീലിനെ വിളിച്ചു, മീകായിലിനെ വിളിച്ചു, ഇസ്രാഫീലിനെയും അസ്രായിലിനെ വിളിച്ചു എന്നൊക്കെയാ. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അവറുകൾ ജിബ്രീലിനെയും മീകായിലിനെയും ഇസ്രാഫീലിനെയും മലക്കുൽ മൗത്തിനെയും ഒക്കെ വിളിച്ചെടുത്തി. അവരൊക്കെയും അർശിൽ നോക്കിയിട്ട് പറയുന്നു, ഇദ്ദേഹത്തിന് കുട്ടി എവിടെ കണക്കാക്കിയിട്ടില്ല. ആ സമയത്ത് ഷെയ്ഖ് അത്തറക്ക, അദ്ദേഹം തല കുനിച്ച് വിവർണനായി, മഞ്ഞ കളറ് ശരീരം ഒന്നിച്ച് വിവർണനായിക്കൊണ്ട് അദ്ദേഹം തന്റെ തലപ്പാവ് കയ്യിൽ ചുരുട്ടി ഒരൊറ്റ ഏറ് കൊടുത്തിട്ട് അർശിൽ മലക്കുൽ മൗത്ത് വന്ന് പറഞ്ഞത് സന്താനങ്ങളെ കണക്കാക്കിയിട്ടില്ല എന്നല്ല, അദ്ദേഹത്തിന് സന്താനമില്ല എന്നുകൂടെയാണ് അർശിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ താൻ മുണ്ട് ചുരുട്ടി അർശിലേക്ക് ഒരൊറ്റ ഏറ് കൊടുക്കുകയും സന്താനമില്ല എന്നത് അവിടെ മായ്ച്ച് ലഹു വലതുൻ, അദ്ദേഹത്തിന് മകനുണ്ടെന്ന് അവിടെ രേഖപ്പെടുത്തുകയും തൊട്ടടുത്ത വർഷം തന്നെ തനിക്ക് മകൻ 7ഓളം മക്കള് തുടർന്ന് ജനിച്ചുകൊണ്ടിരുന്നു എന്ന് ഈ മിഫ്താഹു സആദാത്ത് മിൻഹാജുൽ ഇബാദാത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുക. ഇങ്ങനെ കള്ള കിതാബുകൾ ലോകത്തെമ്പാടും പ്രചരിപ്പിച്ച് അതൊക്കെ വായിച്ചൊരു കാലത്ത് അത് മാത്രം പഠിച്ച ആളുകൾ നമുക്കറിയാം. സമസ്തയിലെ ഉന്നതന്മാരായ പണ്ഡിതന്മാര് ഒന്നും ഇൽമിൽ കുറവ് അല്ല, ഇൽമിൽ കുറവുള്ളവരായിട്ടല്ല. നഹ്വിലും ഷറഫിലും ഗ്രാമറിലും ശാഫിഈ ഫിഖ്ഹിലും ഒക്കെ കഴിവുണ്ട്. പക്ഷേ മുഹദ്ദിസ് അല്ല, മുഹദ്ദിസീങ്ങളല്ല. ഖുർആനിൽ കഴിവ് കുറഞ്ഞവരാണ്. കാരണം ഖുർആൻ പഠിപ്പിക്കണ്ട അതിന്റെ പരിഭാഷ എഴുതിയപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, കുഫ്രിയത്തിലേക്കെന്നും കുഫറെന്നും ഒക്കെ വാദിച്ചിരുന്നതാണല്ലോ ശംസുൽ ഉലമ പോലത്തവർ. എന്നാൽ അവസാന കാലം, ആദ്യകാലത്ത് ശംസുൽ ഉലമക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഖീദയായിരുന്നു യഥാർത്ഥത്തിൽ ശംസുൽ ഉലമക്കുള്ളത് നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന സത്യസന്ധമായ കാര്യം. എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന ഘട്ടത്തിൽ തന്റെ അടുത്ത് പഠിക്കാൻ അവസരം കിട്ടിയ, ഭാഗ്യം ലഭിച്ച ചിലരിൽപ്പെട്ടവനാണ് യഥാർത്ഥത്തിൽ ഞാൻ. എനിക്കറിയാം, തബറാനി മുഅ്ജബു തബറാനിയിൽ ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചില സഹാബത്തും സഞ്ചരിക്കുന്ന ഒരു സമയത്ത് ഒരു മുനാഫിക്കിനെ കുറിച്ച് അവർക്ക് ബുദ്ധിമുട്ട്, സദാപഴം അവരെ ഉപദ്രവിക്കുന്ന ഒരു മുനാഫിക്കിന്റെ ഷർറിനെ തൊട്ട് നമുക്ക് നബിയോട്
ലാ ഇസ്തഗാസു ബി ഇന്നമൽ ഇസ്തിഗാസതു ബില്ലാഹ്. സഹായാഭ്യർത്ഥന എന്നോട് സഹായം അഭ്യർത്ഥിക്കാൻ പാടില്ല. ഇന്നമൽ ഇസ്തിഗാസതു സഹായാഭ്യർത്ഥന ബില്ലാഹ്, അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് താലിയുടെ താലിയിൽ ഹസ്ർ വരുന്ന ഇന്നമ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി മുഅ്ജബു തബറാനിയിൽ ഉണ്ട് എന്ന്. അത് ദീർഘദിവസം മനസ്സിൽ വെച്ച് ഈക്കയോട് സംസാരിക്കാൻ അങ്ങേയറ്റം താല്പര്യം. പക്ഷേ ഖാദിമായിരുന്ന കുഞ്ഞബ്ദുള്ള എന്ന ഞങ്ങളെ കൂടെയുള്ള വിദ്യാർത്ഥി പോലും അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞേൽപ്പിച്ചാൽ ചോദിക്കാൻ ഭയം. താൻ ഒന്നാം സഫിൽ ഈക്കയും KC ജമാലുദ്ദീൻ മുസ്ലിയാരൊക്കെ ഇരിക്കുമ്പോൾ ആ പള്ളിയുടെ ഹാളിലേക്ക് തന്നെ വിദ്യാർത്ഥികൾ കടക്കാതെ പുറത്തെ ഹാളിൽ ചുറ്റിപ്പറ്റിയിരിക്കുന്ന രീതിയായിരുന്നു. അത്രയും ബഹുമാനം കൊണ്ട് അടുത്തു പോരാത്തൊരു വീതി. ചോദിക്കാൻ മനസ്സിലെമ്പാടുമുണ്ട്, പക്ഷേ ഒരിക്കലും സമ്മതിക്കില്ല. ചോദിക്കാൻ നിന്നാൽ തന്നെ ഇവൻ എന്തോ ഒരു പുത്തനാശയക്കാരനാണെന്ന് വരെ സംശയിച്ചു പോകുന്ന രീതി. അവസാനം ഒരു ദിവസം ഞാൻ തന്നെ ക്ലാസ്സിൽ ചോദിച്ചു, ലാ തസ്തഗീസു ബി ഇന്നമൽ ഇസ്തിഗാസതു ബില്ലാഹ് എന്ന് മുഅ്ജമു തബറാനിയിൽ ഒരു ഹദീസ് ഉണ്ടല്ലോ. അദ്ദേഹം മറുപടി പറഞ്ഞതാണ്, ഇവിടെ ബഷീർ ദാരിമിയൊക്കെ ഉണ്ട്, എന്റെ കൂടെ പഠിച്ച എല്ലാവർക്കും ഞാൻ സുപരിതനാണ്. കാരണം ക്ലാസിന്റെ റൂമിൽ ഓരോ റൂമാന്തരം കയറി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ അവിടുത്തെ കുത്തുബ്ഖാനയിൽ നിന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കി ക്ലാസ്സിലൂടെ നടന്ന് സംസാരിച്ച് 10, 30, 15, 20 കുട്ടികളുള്ള ഒരു ക്ലാസ് ഒഴിവാകാതെ ദിനം പ്രതി നടന്ന് പിരിച്ചു വിടുന്നും വിടില്ലെന്നും പറഞ്ഞ് ശങ്ക അങ്ങനെ നിന്ന് എല്ലാ നിലക്കും 2 കൊല്ലം കഴിച്ചയാളാ ഞാൻ. ഈക്കയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, മുഅ്ജമു തബറാനി ഏതടാ കിതാബ്? ആദ്യം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശൈലിയിൽ മുഅ്ജമു തബറാനിയൊക്കെ ഏതടാ കിതാബ് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് നബിയെ കാക്കണമെന്ന് ഒരാൾ പറഞ്ഞാൽ കാക്കാൻ പറ്റിയ ആളായിട്ടല്ല. മുഹമ്മദ് നബിയെ കാക്കണേ എന്നൊരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഹമ്മദ് നബിയെ ഞാൻ സ്നേഹിക്കുന്നു. നബിയെ സ്നേഹിക്കൽ ഒരു സാലിഹായ അമലാണ്. ആ അമൽ മുഖേന അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന അർത്ഥം വെച്ചെങ്കിലേ അത് ശരിയാകുള്ളൂ. ഇസ്തിഗാസ എന്ന ഒന്ന് ഇല്ല. ഇസ്തിഗാസയും തവസ്സുലും രണ്ടും ഒന്ന് തന്നെ. അഥവാ അമലു സ്വാലിഹാത്ത് കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്യാൻ പറ്റുന്നത് പോലെ 3 പേര് ഗുഹയിൽ കുടങ്ങിയ സംഭവം ബുഖാരി ഉദ്ധരിച്ചതിൽ 3 ആളും സൽക്രമം ചെയ്തതുകൊണ്ട്, ഒരാള് വ്യഭിചാരത്തിന് തെർക്ക് ചെയ്ത് എന്ന ഫിഇലല്ല തെർക്കെന്ന സൽക്രമം മുഖേന ചോദിച്ചതും, മറ്റൊരാൾ മാതാപിതാക്കൾക്ക് ഉറക്കത്തോൾ അവരെ കാത്തുനിന്ന് പാല് കുടിപ്പിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടതും, മറ്റൊരാൾ തന്റെ അജീറിന് കൊടുക്കേണ്ട കൂലി ദീർഘകാലം സൂക്ഷിച്ചു വെച്ച് ആ കൂലി ആ സംഖ്യ കൊണ്ട് കുറച്ച് ആട്ടുംപറ്റം വാങ്ങി വളർത്തിയെടുത്ത് ദീർഘകാലം കഴിഞ്ഞ് അവനെ കണ്ടപ്പോൾ വലിയൊരു ആട്ടുംപറ്റം അവന് ഇത് നിന്റെ ആ കൂലി ഞാൻ വളർത്തിയതാണെന്ന് കൊടുത്ത ഇഖ്ലാസ്. ഈ 3 സംഭവങ്ങൾ വെച്ച് തവസ്സുൽ ചെയ്ത ആ സംഭവം അങ്ങനെ നബിയെ സ്നേഹിക്കുന്നു എന്നൊരു സ്നേഹം മുഖേന അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു എന്ന അർത്ഥം, നബിയെ കാക്കണമെന്ന് പറഞ്ഞാൽ നബിയെ സ്നേഹിക്കുന്നു എന്ന അർത്ഥം എവിടുന്ന് വരാനാ? എന്ന് നബിയെ സ്നേഹിക്കുന്നു, നബിയെ സ്നേഹിക്കൽ സൽക്രമമാണ്, ആ സൽക്രമം മുഖേന അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു എന്ന അർത്ഥം വെച്ചെങ്കിൽ അല്ലാതെ ഒരിക്കലും അങ്ങനെ ചോദ്യം തന്നെ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ബിഗയത്തുൽ മുസ്തർശിദീൻ എന്ന കിതാബുണ്ട്, അതിൽ വദ്ദവാതു ഔലാ, സൽക്രമം കൊണ്ട് സാലിഹായ അമൽ മുഖേന അള്ളാഹുവിനോട് ചോദിക്കാമെങ്കിൽ അത് ചെയ്തു പൊട്ടുപോയ ആളുകളെ മുൻനിർത്തി ചോദിക്കുന്നത് ഔലാ ഏറ്റവും ഉത്തമമാണെന്ന് ബിഗയത്തുൽ മുസ്തർശിദീനിലുണ്ട്. ബിഗയ കള്ളക്കിതാബാണ്, കരിച്ചു കളയണം എന്ന് ഇതേ ശൈലിയിൽ സബക്കിൽ വെച്ച് പറഞ്ഞപ്പോൾ അന്ന് മനസ്സിൽ കെട്ടിനിന്നിരുന്ന മുജാഹിദ് ആശയം വളരെ ഉറച്ചു പോവുകയാണ് ചെയ്തത്. കാരണം ഇസ്തിഗാസ എന്ന ഒന്ന് ഇല്ലെന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നെ കുറെ കാലത്തിന് ശേഷം ഇന്നും ഹയാത്തിലുള്ള കാപ്പിൽ ഉമർ മുസ്ലിയാർ ഒരു ദിവസം കീഴണ കുഞ്ഞബ്ദുള്ള മുസ്ലിയാരെ കാണാൻ വേണ്ടി വടകര ഭാഗത്തേക്ക് പോയപ്പോ അദ്ദേഹം വടകര ഭാഗത്ത് ചെന്ന് കീഴണയോട് ദീർഘകാലത്തിന് ശേഷം ഒരു സംശയം ചോദിക്കുക. കേരളത്തിലെ പ്രസിദ്ധനായ പണ്ഡിതന്മാരിൽപ്പെട്ട ആളാ. ഫറായിദ് ഉമർ മുസ്ലിയാരും അഖൂൽ ഉമർ മുസ്ലിയാർ എന്ന് വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്ന ഞാനും റഹ്മത്തുൽ ഖാസിയും ഉമർ ഫൈസിയും എന്ന് വെക്കേണ്ട ഇതിൽ വന്ന ഒരുപാട് ദാരിമാരും ഫൈസിമാരും ഒക്കെ ഉമർ മുസ്ലിയാരുടെ ശിഷ്യന്മാരാണ്. കാരണം ഇന്നും ഹയാത്തില. കഴിഞ്ഞ ഒരാഴ്ചയപ്പുറം മൗലാനയിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ ഞാനും ഉമർ ഫൈസിയൊക്കെ അദ്ദേഹത്തെ ചെന്ന് കാണുകയും ഇപ്പോഴും നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ മാറാനുള്ള കാരണക്കാരൻ.
പറഞ്ഞു വരുമ്പോ നമ്മുടെ മുഹീദ്ദീൻ ഷേഖിന്റെ ചരിത്രം നമുക്കൊക്കെ സുപരിചിതമാണ്. നമ്മുടെ ചരിത്രം കൂടെ ഇത് വിവരിക്കാൻ വേണ്ടിയല്ല, കാരണം ഞങ്ങളൊക്കെ പ്രസ്ഥാനം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഖുർആനും സുന്നത്തിന്റെ പവിത്രത കണ്ട് നബിയും സഹാബയും താബിഈകളും അയിമ്മത്ത് മുജ്തഹിദുകളും സലഫു സാലിഹുകൾ പോന്ന വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ റളിയല്ലാഹു അൻഹും വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ആര്? മുഹാജിരീങ്ങള്, അൻസാരികള്, സാബിക്കാണ് അവര്. വല്ലദീന തബഊഹും എന്ന് പറഞ്ഞാൽ അവർ ലാഹിഖായ നമ്മളാ. അപ്പോ നബിയും സാലിഹീങ്ങളും സഹാബത്തും ഇന്ന് ഇരിക്കുന്ന നമ്മളും വല്ലദീന തബഊഹും അവരോട് മുത്തബിഈങ്ങളായ നമ്മളുമൊക്കെ റളിയല്ലാഹു അൻഹും അല്ലാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു, വറദു അൻഹു അവരെ തൊട്ട് അല്ലാഹു അങ്ങും ഇങ്ങും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആ ശൃംഖല ഒറ്റൊന്നാണ്. അതിൽ മുഹീദ്ദീൻ ഷൈഖ് ഉൾപ്പെടുന്നു. നമുക്കറിയാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയും ഇബ്നുൽ ഖയ്യിമും ഇബ്നു ഉഖൈലും അങ്ങനെ എണ്ണി വരുന്ന ഒട്ടനവധി പണ്ഡിതന്മാരൊക്കെ ഉൾപ്പെടുന്നു. യൂസുഫ് ഫളുഫരി റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്കറിയാം യൂസുഫ് ഫളുഫരി എന്നൊരു പണ്ഡിതൻ ഒരു ഫിഖ്ഹ് തർജുമ എഴുതിയിട്ടുണ്ട്. എന്റെ 10ാം വയസ്സിൽ വീട്ടിൽ നിന്ന് കിട്ടിയതാ. അതിൽ അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത് എന്താ? ഷെയ്ഖുൽ ഇസ്ലാമി ഹാഫിദുൽ അനാം അൽ വാരിസു ലിഉലൂമി സയ്യിദുൽ മുർസലീൻ അൽ ഖാമിഉ ലിഔലിയാഇ ശയാത്തീൻ ഖാതിഉ ലികാബത്തി ശിഅത്തി വൽ ജഹമിയ അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു തൈമിയ അൽ ഹംബലി അദ്ദിമഷ്കി എന്ന പേരിൽ ആണ് പരിചയപ്പെടുത്തുന്നത്. റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് സമസ്തയുടെ ഉന്നത പണ്ഡിതൻ യൂസുഫുൽ ഫളുഫരി പോലും റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് എഴുതുകയാണ്. എന്നിട്ട് ഇബ്നു തൈമിയയൊക്കെ മനസ്സിലാക്കിയാൽ അങ്ങനെ നൂറ്റാണ്ടുകളായി വന്ന സഹാബയും താബിഈകളും താബിഉ താബിഈകളും ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി ഇവരെല്ലാം സഞ്ചരിച്ച കൃത്യമായ പാതയിലാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആഴത്തിൽ ഉറച്ച ആളുകളാണ്. സമസ്തയിൽ തലമുതിർന്ന KC ജമാലുദ്ദീൻ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്നും ഹയാത്തിലുണ്ട്. അതേ ക്രമത്തിൽ തന്നെ കാപ്പിലെ ഉമർ മുസ്ലിയാർ, ഇവരെ 4 ആളും ഉന്നത പണ്ഡിതന്മാരാ. അവരുടെ അടുത്തൊക്കെ 8 കൊല്ലവും 2 കൊല്ലവും 4 കൊല്ലവും ഒക്കെ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് അവരുടെയൊക്കെ ആദർശം ഇത് തന്നെയായിരുന്നെന്ന് രഹസ്യമായി ചെന്നാൽ നമുക്കറിയാവുന്നതാണ്. നന്ദിയിലെ അലുമാറയിൽ നിന്നും തന്നെ അവിടുത്തെ മക്തബിൽ നോക്കിയാൽ കാണാം, പുതിയതായി ഇറങ്ങിയ തദ്കിറ വാങ്ങി നോക്കുമ്പോ ഖുർത്തുബി ഇമാമിന്റെ തദ്കിറയിൽ ഞാൻ തെരഞ്ഞിട്ട് അത് കാണാൻ പറ്റിയിട്ടില്ല. നന്ദിയിൽ ഇന്നുമുള്ള തദ്കിറ എന്ന ഗ്രന്ഥം ഖുർത്തുബി ഇമാമിന്റെ നമ്മുടെ വിഷയത്തിൽപ്പെട്ടതായിട്ടല്ല, എങ്കിലും നാം മാത്രമല്ല കേരളത്തിൽ ഇൽമുണ്ടായിരുന്നവരൊക്കെ ഈക്കയും കണ്ണിയത്തും ഒക്കെ ആണല്ലോ യഥാർത്ഥത്തിൽ ഉള്ളത്. ആദ്യകാലത്തൊക്കെ നമുക്കറിയാം ഇവിടുത്തെ പട്ടിണിയൊക്കെ മുട്ടിൻകാലിൽ തലയിൽ കെട്ടി മാറ്റിയിരുത്തി ഇരുട്ടില് ഇതിനും പിന്നിലും വില വെച്ചു കൊടുത്ത് അത്രമാത്രം ഭക്ഷണത്തിന് ദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടം. ഒരു കുട്ടിയായി സങ്കല്പിച്ച് അതിന്റെ മുന്നിൽ ഒരു ഇല വിരിച്ചു കൊടുത്ത് ഇവിടെ ഇടാൻ പറഞ്ഞ് ഊരിരുട്ടിൽ വന്ന് ഭക്ഷണം വിളമ്പുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ദാരിദ്ര്യത്തിൽ വളർന്ന ആളുകളാണ്. ആ കാലഘട്ടത്തിലൊക്കെ എന്തൊക്കെയോ ആളുകൾക്ക് ഒപ്പിച്ച് ചിലരൊക്കെ പറഞ്ഞു പോയി. പിന്നെ പഠിച്ചു വരുന്നത് ഷാഫിഈ ഫിഖ്ഹുകള്, ഹംബലി ഫിഖ്ഹ് ഇല്ല, ഷാഫിഈ ഫിഖ്ഹിൽ തന്നെയാണ് അവർക്കുള്ള കഴിവും. പിന്നെയോ നഹ്വും ഗ്രാമറും അൽഫിയയും മുല്ലാജാമിയും അതേ ക്രമത്തിൽ ചില ഗ്രന്ഥങ്ങളൊക്കെ ഓതി ഉള്ളതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇത്തരം ഗ്രന്ഥങ്ങൾ അവർക്ക് കിട്ടിയില്ല, മനസ്സിലാക്കാൻ അവസരം ലഭിച്ചില്ല. അതൊക്കെ തുറന്ന് കൃത്യമായി എഴുതിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലത്തെ മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ, അത്തദമ്മുരിയ പോലത്തെ ഗ്രന്ഥങ്ങൾ, അതിലെല്ലാം ഓരോ കാലത്ത് ജനങ്ങൾ പെട്ടുപോയ അഖീദ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ തുറന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ അവസരം കിട്ടിയവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുതിർന്ന പണ്ഡിതന്മാർ എത്രയോ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, മാറിയിട്ടുമുണ്ട്. ഇനിയും എത്രയോ ആളുകളെ നമുക്ക് രംഗത്തേക്ക് കൊണ്ടുവരാൻ. പക്ഷേ എവിടെ ജോലി ചെയ്യും, എല്ലാ ആഴ്ചയും എങ്ങനെ ഖുത്ബ പരിഭാഷ ചെയ്യാൻ കഴിയും എന്നൊക്കെ എനിക്കറിയാം. തച്ചമ്പാറ തൊട്ട മഹലിലുള്ള ഒരു അംശമുസ്ലിയാർ, ഇനിയിപ്പോൾ അയാളെ ഭക്ഷണം മുടങ്ങണ്ട. അദ്ദേഹം ഒരിക്കലും സലനല്ലൂർ വന്നിറങ്ങിയിട്ട് പറഞ്ഞ് ഇതിൽ പ്രസ്ഥാനത്തിൽ വന്ന എങ്ങനെയാണോ എല്ലാ ആഴ്ചയും ഖുത്ബ എങ്ങനെ നടത്താൻ കഴിയുന്ന ഒരു പ്രയാസം തോന്നുന്നുണ്ട്. പിന്നെ എങ്ങനെ അത് ഒപ്പിച്ചു പോകാൻ കഴിയുമെന്ന് അറിയുന്നില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടും വിഷമവും പറയുന്ന എത്രയോ ആളെ എനിക്ക് ഇപ്പോഴും എണ്ണാൻ കഴിയും. അതേ കാലത്തിൽ തന്നെ ഞങ്ങളുടെ 2ാം മുദർരിസിന്റെ അനിയൻ യൂസുഫ് മുസ്ലിയാരുടെ അനിയൻ ഒരു പണ്ഡിതനാ. എന്നെ കണ്ടാ വന്ന് പറയും എങ്ങനെ നമുക്ക് ജീവിച്ചു പോയാൽ എന്താ ചെയ്യേണ്ടി വരിക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് പ്രസ്ഥാനത്തിൽ ജോലി ചെയ്ത് മുറികൂട്ടാൻ കഴിയുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഒരുപാട് ക്ലാസും പ്രസംഗങ്ങളൊക്കെ കുറച്ച് ഏറെയാണ്. ഒരു കഥം വന്ന ഒരു കഥമ്മലേക്ക് ചാടാൻ പറ്റില്ലല്ലോ. സഹിയായ ഹദീസുകളെ തെരഞ്ഞെടുത്ത് പറയാൻ കഴിയുമോ എന്നൊക്കെ ബേജാറാണ്.
ഇങ്ങനെ വല്ലവരും നമ്മൾ കെട്ടിവലിച്ച് കൊണ്ടുവന്ന് അയാളൊന്ന് സംസാരിക്കുമ്പോൾ ഒന്നോ രണ്ടോ വചനത്തിന് പ്രശ്നം വന്നാൽ നമ്മളെ ആളുകൾക്കും ചിലപ്പോൾ സഹി കിട്ടൂല. ഇങ്ങനെയൊക്കെ പാടെ ആയിട്ടുള്ള പ്രശ്നങ്ങളിലാണ് യഥാർത്ഥത്തിലുള്ളത്. നമ്മളൊക്കെ സംസാരിക്കുമ്പോഴും വീട്ടിൽ പോകണമെന്ന് കാണുന്നു. എനിക്കറിയാം, അങ്ങനെ തദ്കിറ വായിച്ചപ്പോൾ അതിലിങ്ങനെ വായിച്ചുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്ന അനുഭവമല്ലേ. 163 പേജാണെന്ന്, അല്ലെങ്കിൽ 64, 7 അന്ന് അടിയന്തരം ഉണ്ടാക്കുന്നതിനങ്ങനെ കുറിച്ച് ഇങ്ങനെ വിവരിച്ച് ദീർഘമായ ഇബാറത്ത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാ, ഇന്ന് സുന്നത്തൊക്കെ ബിദഅത്തായി മാറി, ബിദഅത്തൊക്കെ സുന്നത്തായി മാറി, സുന്നത്ത് ചെയ്യുന്നവർക്ക് ബിദ്അത്താക്കണമെന്നും ബിദഅത്ത് ചെയ്യുന്നവർക്ക് സുന്നിയെന്നവർക്ക് പേര് കിട്ടി, കാലം മറിഞ്ഞു. ഇങ്ങനെ ദീർഘമായ ഇബാറത്ത് പറഞ്ഞപ്പോൾ രഹസ്യമായി KC ജമാലുദ്ദീൻ മുസ്ലിയാർ റൂമിൽ ചെന്ന് ഈ തദ്കിറ കൊണ്ട് ചെന്ന് തദ്കിറയിൽ ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ വെക്ക്, ഞാൻ ഫത്താവൽ കുബറ എന്ന് നോക്കട്ടെ. ഫത്താവൽ കുബറ നോക്കിയിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, ഫത്താവൽ കുബറയിൽ 7 അന്ന് അടിയന്തരം കഴിക്കാമെന്നുണ്ട്. ഒരാൾ 7 അന്ന് അടിയന്തരം സദ്യൊന്നും മരിച്ച പിതാവിന്റെ മേൽ ഉണ്ടാക്കാതെ പോവുകയാണെങ്കിൽ നാട്ടിൽ അവൻ ഒറ്റപ്പെടും, അവൻ ബിദ്അയായി വരും, അങ്ങനെ നാട്ടിൽ ഒറ്റപ്പെടുമെന്ന് കണ്ടാൽ ഉണ്ടാക്കാം എന്ന് ഫത്താവൽ കുബറയിലുണ്ട്. അപ്പൊ ഇക്കാലത്ത് ജനങ്ങളെ പേടിച്ച് ചെയ്യുന്ന ചില അമലുകളാണ്. കാപ്പിൽ ഉമർ മുസ്ലിയാർ അദ്ദേഹം ഒരു ദിവസം അതിൽ അനൗൺസ്മെന്റ് ചെയ്ത് 1,00,000 രൂപ ഇനാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു, സലാം വീടി, തിരിഞ്ഞിരുന്നു, പ്രാർത്ഥിച്ചു എന്ന് സ്ഥിരീകരിച്ചാൽ ഇത് പറഞ്ഞു പോയപ്പോ ഞങ്ങളെ ഉസ്താദ് പറഞ്ഞു, ഉമ്മ പറ്റ മകന് നബി നിസ്കാരത്തിന് ശേഷം തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു ഉമ്മ പറ്റ മകന് കഴിയില്ല. അതൊക്കെയാണ് ഞങ്ങൾക്ക് ആദ്യമായി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനും അതനുസരിച്ച് ബാക്കിയുള്ളതൊക്കെ വിലയിരുത്താനും പറ്റിയപ്പോ തെളിവായ തെളിവ് മുഴുവനും ഈ പ്രസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ആഴ്ച ഉമർ ഫൈസി എന്നോട് പറഞ്ഞു, പ്രസ്ഥാനത്തിൽ വരുമ്പോ എന്തോ ചില പ്രശ്നങ്ങൾ നമ്മളും സമസ്തക്കാരെന്ന കരുതിയത്, വന്നു നോക്കുമ്പോൾ മുഴുവൻ പ്രശ്നമാണ്. എല്ലാ നിലക്കും എന്ത് നിലക്കാണ് അവരോട് നമ്മളുമായിട്ട് യോജിപ്പെന്ന് മനസ്സിലാവണില്ല. അത്ര വലിയ ഗൗരവത്തിലാണ്. അതൊക്കെ നമുക്കും അനുഭവം. വരുമ്പോൾ നമ്മൾ എന്തോ 1-2 കാര്യങ്ങൾ കാര്യമായി ഇസ്തിഗാസ അതന്നെ എമ്പാടും മതിയല്ലോ. ഇസ്തിഗാസക്ക് ഒരു ഉമ്മ പറ്റ മകൻ ഒരു നിലക്കും തെളിയിക്കാൻ കഴിയില്ല. ഖുർആനിലെ ആയത്തുകൾ അത്ര, പക്ഷേ ചുരുക്കണമെന്ന് പറഞ്ഞ് എഴുത്തു തരികയാണ്. ദീർഘിച്ച് പറയാനല്ല, നമുക്ക് ഒരു ഉദാഹരണം ഒരു ആയത്തെങ്കിലും ഓതണല്ലോ. അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅ വയക്ഷിഫു സൂഅ വയജഅലകും ഖുലഫാഇൽ അർളി അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. 3 കാര്യങ്ങളാണ് അള്ളാഹു ചോദിക്കുക. അഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ വല്ല ആരാധ്യരുമുണ്ടോ? ഖലീലൻ മാ തദക്കറൂൻ, വളരെ കുറച്ചേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ 3 കാര്യം എണ്ണിയിട്ട് അള്ളാഹു ചോദിക്കുന്ന, അള്ളാഹിന്റെ കൂടെ വല്ല ഇലാഹു ഉണ്ടോ? ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ സമീപിക്കാൻ. ആ 3 കാര്യങ്ങൾ എന്താ? അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅ, പ്രയാസപ്പെട്ടവനെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ കൊടുക്കാൻ ആരുണ്ട്? മുഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ടെന്ന് എന്താ ഇവരാ ആയത്തിന്റെ അവിടെ പറയാത്തത്? റിഫായി ഷെയ്ഖ് ഉണ്ടെന്ന് എന്താണ് ഇവരവിടെ പറയാത്തത്? നൂറുൽ അബ്സാർ എന്ന ഷെയ്ഖിനെ വിവരിക്കുന്ന ഗ്രന്ഥം വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, ഇവരൊക്കെ പലയിടത്തും കറാമത്ത് പറഞ്ഞ് റഫാക്കുന്നവരാണ്. റിഫായിയെ കുറ്റി പറഞ്ഞിടത്ത് റിഫായ് ഷെയ്ഖ് ദിമഷ്കില്, അഥവാ റിഫായ് ഷെയ്ഖ് ബഗ്ദാദില് ഉമ്മു ഉബൈദ എന്ന സ്ഥലത്ത് ജനിച്ച് അവിടെ ജീവിച്ച് അവിടെ തന്നെ മരിച്ച ഒരു വ്യക്തി, അവിടെ പീത്ത ഒരു നായിനെ കുളിപ്പിച്ച് ഡ്രസ്സിട്ട് കൊണ്ടു നടന്ന് വൃത്തിയാക്കി അതിന്റെ ശുശ്രൂഷയിലായി കഴിയുന്ന ഒരാളായിരുന്നു. ജീവനോടെ പാമ്പിനെ പിടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അനുയായികളിൽ ചിലർ അതിനെ ഭക്ഷിക്കുകയും ചെയ്തിരുന്ന നൂറുൽ അബ്സാറിലൊക്കെ പറയുന്നു. അപ്പൊ ഒരു പാമ്പാട്ടി വർഗമാണോ എന്ന് വരെ തോന്നും. പക്ഷെ റിഫായ് ഷെയ്ഖ് ഇത്തരത്തിലൊന്നല്ല, മുഹീദ്ദീൻ ഷെയ്ഖ് ഈ കോലത്തിലൊന്നല്ല. റിഫായ് ഷെയ്ഖും ഇങ്ങനെ ആയിക്കോണമെന്നില്ല. കാരണം ഇവർ പരിചയപ്പെടുത്തുക ഇങ്ങനെ ഓരോ ഷെയ്ഖന്മാരെ കള്ളക്കഥകൾ വീട്ടിലിരുന്നാണ് എഴുതുണ്ടാക്കിയതല്ലാതെ അള്ളാന്റെ ഖുർആനിലോ തിരുസുന്നത്തിലോ 4 മദ്ഹബിന്റെ ഇമാമുകളോ താഴെ വന്ന ഏതെങ്കിലും സലഫ് സാലിഹിന്റെ അഖീദ ഹദീസ് പരിചയമുള്ളവരോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ എതിർക്കുന്ന കക്ഷികളല്ല, പിന്തുടരാൻ പറ്റിയവരാണ്, പിന്തുടരുന്നവരുമാണ് മുജാഹിദ് പ്രസ്ഥാനം. എല്ലാ കാര്യത്തിലും എല്ലാവരെയും പിന്തുടരുമെന്ന് നമുക്കില്ല. നമ്മുടെ ഇത്തിബാ ഖുർആനാണ്, തിരുസുന്നത്താണ്, സഹാബത്ത് താബിഉകളുടെ ഇജ്മാ പോലെ സ്ഥിരപ്പെടുന്നതാണ്. ഒറ്റ വ്യക്തികൾക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ടാകാം, അത് തന്നെ സഹീഹല്ലാത്ത പരമ്പരയിൽ നമ്മുടെ കരങ്ങളിൽ വന്നിട്ടുണ്ടാകാം. അത് നമ്മൾ തള്ളിക്കളയുന്നു ഖുർആനിനോടോ ഹദീസിനോടോ വിയോജിപ്പ് കണ്ടാൽ. അതുകൊണ്ട് ഖുർആൻ സുന്നത്ത് ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന സൽക്രമികളിൽ സ്വാലിഹുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുകയും പൂർണ്ണമായ മുഅ്മിനായി മരണപ്പെടാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുകയും ചെയ്യട്ടെ, ഭാഗ്യം നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.